കരമൊടുക്കാൻ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് തെന്മല വില്ലേജിലെ പൂത്തോട്ടം 10 ഏക്കർ ഇരുളൻകാട് പ്രദേശത്തെ കർഷകർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. വർഷങ്ങളായി ഇവർക്ക് പട്ടയമുള്ള വസ്തുക്കൾക്ക് കഴിഞ്ഞ ഏപ്രിൽ മുതൽ കരമൊടുക്കാൻ വില്ലേജ് ഓഫീസർ അനുവദിച്ചിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. തങ്ങൾക്ക് പട്ടയവും കൈവശാവകാശ രേഖയും ഉള്ളതും സംയുക്ത വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചതുമായ വസ്തുക്കൾക്ക് കരമൊടുക്കാനുള്ള അനുമതി പുനഃസ്ഥാപിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. ഹാരിസൺ മലയാളം കമ്പനിയുടെ ഭൂമിയും ഗവൺമെന്റ് തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ അടിസ്ഥാനത്തിൽ 1980 മുതൽ പട്ടയം കൊടുത്തുകൊണ്ടിരുന്ന, ഇവിടെ കരമടച്ചുകൊണ്ടിരുന്ന വസ്തുക്കളും അതിന് മുമ്പ് തന്നെ താമസിച്ചുകൊണ്ടിരുന്ന കൃഷിക്കാരുടെ കൈവശരേഖ, മറ്റ് രേഖകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള ഒരു പുതിയ തീരുമാനമായി കേരള ഗവൺമെന്റ് വന്നതിൽ പ്രതിഷേധിച്ചാണ് നമ്മൾ ഇത്തരത്തിലൊരു സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കിസാൻ സഭ പുനലൂർ മണ്ഡലം പ്രസിഡന്റ് PO യോഹന്നാൻ ഉപരോധം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ നാളുകളിൽ അവര് സ്ഥിരമായ കൃഷികൾ ചെയ്തു, തെങ്ങ് വെച്ചു, അതുപോലെ കൊച്ചു കൊച്ചു കൊടികളിട്ടു, കമുക് നട്ടു, ഇങ്ങനെയുള്ള രീതിയിലുള്ള ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്ത് ഉൽപാദനപരമായ രീതിയിൽ കൂടെ അവർ പ്രവർത്തിക്കുകയും കൃഷി ചെയ്യുകയും അവരുടെ സ്ഥലങ്ങൾ ഈടുകെട്ടി കൃഷിയുക്തമാക്കി, ഈടുകെട്ടുക കയ്യാലകൾ കെട്ടി കൃഷിയുക്തമാക്കി അവർ കൈവശം വെച്ച് ദീർഘനാൾ അനുഭവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 80 കാലഘട്ടത്തിൽ 75 മുതൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു നിയമമുണ്ടായി, കേരളത്തിലൊരു നിയമമുണ്ടായി. പാതി വാട്ടക്കാരെയും കൈവശ കൃഷിക്കാരെയും പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവരെയും ഒക്കെ ഇന്ത്യയിലുണ്ടായ കേരളത്തിലുണ്ടായ ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് അവരുടെ കൈവശം സ്ഥാപിച്ചുകൊണ്ട് പട്ടയം കിട്ടണം എന്നുള്ളൊരു തീരുമാനം സംഘടനയുടെ കഴുതുരുട്ടി വില്ലേജ് പ്രസിഡന്റ് K. രാജൻ അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി B. ശശിധരൻ, H. അബ്ദുൽ ഖാദർ, KJ യോഹന്നാൻ, S. ശെൽവം, MS. മുരുകേശൻ തുടങ്ങിയവർ സംസാരിച്ചു. കരമൊടുക്കാനുള്ള അനുമതി പുനഃസ്ഥാപിക്കാമെന്ന തഹസീൽദാരുടെ ഉറപ്പിനെ തുടർന്ന് ഉപരോധം അവസാനിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല.